അതെ, ഈ സമയത്ത് മീനും കിട്ടാനില്ല. തുടങ്ങി പണി തുടങ്ങി. അവിടെ എല്ലാം കൊണ്ട് കിടപ്പുണ്ട്. ആഹാ ഉണ്ട്. വരട്ടെ. ചെമ്പല്ലി, മുള്ളങ്കണ്ണിയുണ്ട്. തുളിയാണോ? നമുക്ക് കാണാം കിടക്കുന്ന. ഇവിടെ വാട മോനെ. തുള്ളിക്കുഞ്ഞ് ആറ്റ് ഉണ്ട്. ഈയോടാ. അവനത് ഇപ്പൊ എങ്ങാണ്ട് കേറിയതാണേ. അതാണ് അവനൊരു അടിങ്ങി കിടക്കുക. ആഹാ, മാല കുറച്ചിട്ട പോലെ. മടലല്ല അവിടെ വെച്ചിരിക്കുന്നത് അല്ലേ? ദൈവമേ, നിറച്ച് മീൻ കാണണേ. എനിക്ക് കിട്ടിയില്ല. അതെ പിന്നെ. ഹായ് ഗായ്സ്, നമ്മുടെ ബെന്നിച്ചൻ ചേട്ടനോടാണ്. ബെന്നിച്ചൻ ചേട്ടൻ വല ഇട്ടിട്ടുണ്ട്. ബെന്നിച്ചൻ ചേട്ടൻ എപ്പോൾ വല ഇട്ടെന്ന് പറഞ്ഞാലും വല നിറയെ മീൻ കിട്ടുന്നൊരു പതിവുണ്ട്. അപ്പം നമ്മളിന്ന് ചേട്ടൻ്റെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് മീനൊക്കെ മേടിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം വല ഇട്ടിട്ട് 1 മണിക്കൂറിനടുത്തായാലും 3/4 മണിക്കൂർ 1 മണിക്കൂറിന് ഇടയ്ക്കായി. അപ്പോൾ നമുക്കിനി വല പൊക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കാം. വള്ളത്തി ഇത് പഴവലയാണ്. വള്ളത്തി ചില സമയത്ത് വള്ളത്തി ഇങ്ങനെ കൊണ്ടു കിടക്കും അല്ലേ? ഇതേ വരുന്നു വെള്ളത്തിച്ചാകര. പരല്. അല്ലേ, ഈ സീസണിൽ കുറെ പരലുണ്ടോ തോന്നുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ഇത്തോണ്ടത്തെ പരലിന്. ഇത്തോടെ കുറുവായ ഉണ്ടായിരുന്നു. ആറ്റിലിടുന്നവർക്കെല്ലാം കുറുവായ ഉണ്ടായിരുന്നു. പോട്ടെ. പിന്നെ ആഹാ, സൂപ്പർ. ഇത്ര ജീവനോടെ ഫ്രഷ് സാധനമാണ് കൊടുക്കുന്നത്. അതെ, ഈ സമയത്ത് മീനും കിട്ടാനില്ല. തുടങ്ങി പണി തുടങ്ങി. പിന്നെ എടുത്തോളാം. ചിലതൊക്കെ 2 കുട പറയുമ്പോ താഴെ പോവും അല്ലേ? അതിനകത്തെല്ലാം ഉള്ള മനസ്സുപോലെ വരുന്നുണ്ട്. തേപ്പരൽ. ലൈറ്റം ചെമ്പല്ലി എല്ലാം ഉണ്ടോ? പിന്നെ പുരട്ടെ. അവിടെ എല്ലാം കൊണ്ട് കിടപ്പുണ്ട്. ആഹാ, ഉണ്ട്. വരട്ടെ. ചെമ്പല്ലി. അത് നിറച്ച് മീനുണ്ട് എന്തായാലും. ഊരി എടുക്കണേ കുറച്ച് പാടാന്നേ ഉള്ളു. വരട്ടെ. അതാണ്ടത് വലുതാണ്ട് കിടപ്പുണ്ടല്ലോ. മുള്ളങ്കണ്ണിയുണ്ട്. തുളിയാണോ? നമുക്ക് കാണാം കിടക്കുന്ന. ഇവിടെ വാട മോനെ. തുള്ളിക്കുഞ്ഞ് ആറ്റ് ഉണ്ട്. ഈയോടാ. അവനത് ഇപ്പൊ എങ്ങാണ്ട് കേറിയതാണേ. അതാണ് അവനൊരു അടിങ്ങി കിടക്കുക. ആഹാ, മാല കുറച്ചിട്ട പോലെ. കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ. ഇതിന്റെ പുറത്താ.
ആ വള്ളത്തി ഒരു കുറുവ ഉണ്ടായിരുന്നു. അവൻ 2 അടി അടിച്ചപ്പോ അവനവന്റെ പാട്ടിന് പോയി. തൂളി തൂളി ആ അതെ അതെ അതെ. ഒരു വെള്ളം കയറി ഇറങ്ങിയപ്പോ പോണ്ടതാണ്. പക്ഷെ വരുന്നു പല സൈസ് പരലുകളാ. കുറുവാപ്പറല്, കച്ചിപ്പറല്, വാലക്കൊടിയനെ, തുപ്പല് വിഴുങ്ങി, പുല്ലൻ, പല പേരുകളാ. പുല്ലെന്ന് പറയുന്നത് കോട്ടയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ആരും അങ്ങനെ പുല്ലെന്ന് പറയത്തില്ല. നമ്മൾ പരലെന്നല്ലേ പറയുന്നത്. കോട്ടയം ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് പുല്ലെന്ന് പറയുന്നത്. പുല്ലെന്ന് പറയുന്നത് വേറെ സാധനം ഉണ്ടോ? പുല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ തൂളിക്കാ പുല്ലെന്ന് പറയുന്നത്. നമ്മളെ പക്ഷെ ഇവിടെ ആരും പുല്ലെന്ന് പറയത്തില്ല. ഇവിടെ തൂളിക്ക് തൂളി എടുത്തല്ലേ. എടുത്തെടുത്ത് പോട്ടെ. തണല് പറ്റി പരലെല്ലാം കിടക്കുന്നുണ്ട്. കണ്ട് വെള്ളം കയറി ഇറങ്ങിയപ്പോൾ അത്യാവശ്യം വള്ളത്തിൽ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു അല്ലേ? വള്ളത്തിൽ വെള്ളപ്പൊക്കത്തിനാണ് സത്യത്തിൽ കൂടുതൽ കിട്ടണ്ട. എന്നാന്നറിയോ, നമ്മുടെ കര ഇറമ്പി വന്ന് ഈ വിര കൊത്തി മീനെല്ലാം റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ അങ്ങനെ വരും വെള്ളത്തിൽ. നമുക്ക് കിട്ടിയ പിന്നെ മോശം വന്നില്ല. പക്ഷെ ഇന്നലെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ? അതുകൊണ്ടായിരുന്നു സൂപ്പറായ. എത്രയാ ഒരു രാത്രി എടുത്തു അല്ലേ? ഇത് ഇട്ടെന്നാലേ അപ്പുറം ഇട്ട് കഴിഞ്ഞാലേ തീർന്നു. പരലിന്റെ കോട്ടയാ. അപ്പുറത്തിട്ട് കഴിഞ്ഞാൽ ചടങ്ങുക. അത് സന്ധ്യ സമയത്തൊന്നും പറ്റിയ അത് വേണ്ടൊക്കെ ആയി. എൻ്റെ വണ്ടി ഇവിടെ ഞാൻ കൊടയാൻ പോവാ. വ്ളോഗർ ആ ഇപ്പം അയച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. ഒരറ്റം നോക്കി അവിടെ അതിൻ്റെ ഒരറ്റം നോക്കിക്കണേ കേട്ടോ. ഒരറ്റം നോക്കിക്കോണം. മീനും കൊണ്ട് അയിന്ന് മാർക്കറ്റിൽ വള്ളത്തിൽ മാത്രം കൊണ്ടുപോയി. ഇന്നലെ അവിടെ ഇതില്ലായിരുന്നു. എന്നറിയോ പാറില് മീനിന്റെ ഡിമാൻഡൊക്കെ പോയി. കടാറ റോഡ് ചെല്ലടാ മീൻ്റെ അസിസ്റ്റന്റ് പോരല്ലേ? മല്ലി
ഗൈസ് അങ്ങനെ നല്ല പച്ചമീൻ പ്രതീക്ഷിച്ച് നമുക്ക് മീനും കിട്ടി, നല്ലൊരു വീഡിയോയും കിട്ടി. നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല മീൻപിടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.